അസ്ഗാർഡ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് നോർസ് മിത്തോളജിയും തോർ, ലോക്കി എന്നീ പേരുകളൊക്കെയാകാം. എന്നാൽ ജീവശാസ്ത്രത്തിലും ഒരു അസ്ഗാർഡ് ഉണ്ട്, അവിടെയും ലോക്കിയുണ്ട്. പക്ഷേ അതൊരു സാങ്കല്പിക കഥയല്ല. ഫാമിലി ട്രീ ഓഫ് സെല്ലുലാർ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മാറ്റിമറിച്ച ഒരു വിചിത്ര ജീവകുടുംബത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണിത്. വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ കോശങ്ങളിലെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയ ഉണ്ടായത് എൻഡോസിംബയോസിസ് വഴിയാണെന്ന്. പക്ഷേ ആ തിയറി പൂർണ്ണമായി പറയാതെ പോയ വലിയൊരു രഹസ്യമുണ്ട്. മൈറ്റോകോൺട്രിയ വന്നത് ബാക്ടീരിയയിൽ നിന്നാണെന്ന് വ്യക്തമാണ്. പക്ഷേ അതിന് ആതിഥേയത്വം വഹിച്ച അഥവാ അതിനെ ഉള്ളിലേക്ക് സ്വീകരിച്ച ആ ഹോസ്റ്റ് ആരായിരുന്നു? അതൊരു സാധാരണ ഹോസ്റ്റ് ആയിരിക്കില്ല. പുറത്തുനിന്നുള്ള ഒരു ബാക്ടീരിയയുമായി സ്ഥിരമായ ബന്ധം സ്ഥാപിക്കാനും രണ്ട് വ്യത്യസ്ത ജീനോംസ് ഒന്നിച്ച് നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനും കഴിവുള്ള ആ കോശം ആരായിരുന്നു? ശാസ്ത്രലോകത്ത് ദശകങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന ഈ നഷ്ടപ്പെട്ട കണ്ണിയെ അവർ ദ ഹോസ്റ്റ് പ്രോബ്ലം എന്നാണ് വിളിച്ചിരുന്നത്. പതിറ്റാണ്ടുകളായി ഇതിനൊരു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. ഏതോ ഒരു ആർക്കിയൽ സെല്ലായിരിക്കാം ആ ഹോസ്റ്റ് എന്നതായിരുന്നു പൊതുവായ ഊഹം. പക്ഷേ അസ്ഗാർഡ് ആർക്കിയയുടെ വരവോടുകൂടി ആ ചിത്രം പൂർണ്ണമായും മാറി. ആ അവ്യക്തമായ ഹോസ്റ്റിനെ നമുക്ക് നേരിട്ട് പഠിക്കാൻ കഴിയുന്ന ഒന്നായി അത് മാറ്റിമറിച്ചു. ആദ്യം ജീനോമുകളിലൂടെയും പിന്നീട് യഥാർത്ഥ കോശങ്ങളിലൂടെയും ശാസ്ത്രം അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അസ്ഗാർഡ് എന്നത് വെറും ഒരു ന്യൂ മൈക്രോബ് ഡിസ്കവറി മാത്രമല്ല എന്ന് ശാസ്ത്രലോകം പറയുന്നത്. യൂക്കാരിയോട്ടുകളുടെ ഒറിജിൻ സ്റ്റോറിയിലെ ഏറ്റവും വലിയ മിസ്സിംഗ് ലിങ്കിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും ശക്തമായ സൂചനകളിൽ ഒന്നാണ് ഇവ നൽകുന്നത്. ആദ്യം തന്നെ നമുക്ക് പൊതുവായൊരു തെറ്റിദ്ധാരണ മാറ്റാം. പല ശാസ്ത്രീയ ചർച്ചകളിലും അസ്ഗാർഡ് ആർക്കിയ എന്നത് ആർക്കിയൽ ലോകത്തെ ഒരു വലിയ ബ്രോഡ് ആർക്കിയൽ റേഡിയേഷനായി കണക്കാക്കുന്നു. പരിണാമ ചരിത്രത്തിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പൂർവികനിൽ നിന്നും പെട്ടെന്ന് ഒരുപാട് പുതിയ ശാഖകൾ പൊട്ടിമുളയ്ക്കുന്ന പ്രക്രിയയാണ്, അഥവാ ഒരു സഡൻ ബ്രാഞ്ച് ഡൈവേഴ്സിഫിക്കേഷൻ. പഴയ ലിറ്ററേച്ചറിൽ ഇത് സൂപ്പർഫൈലം എന്ന പേരിലും കാണാം. പക്ഷേ ഇതിൻ്റെ ഫോർമൽ ടാക്സോണമി ഇപ്പോഴും റിഫൈൻ ചെയ്യപ്പെടുന്ന മേഖലയാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഇവയുടെ പേരിടലാണ്. നോർസ് മിത്തോളജിയിലെ ദൈവങ്ങളുടെ പേരാണ് ഈ സൂക്ഷ്മജീവികൾക്ക് നൽകിയിരിക്കുന്നത്. ആദ്യം കണ്ടെത്തിയത് ലോക്കിയാർക്കിയോട്ട എന്ന വിഭാഗത്തെയായിരുന്നു. പിന്നീട് കൂടുതൽ പഠനങ്ങൾ നടന്നപ്പോൾ തോർ, ഓഡിൻ, ഹെയ്ംഡൽ എന്നിങ്ങനെ പല പേരിലുള്ള ഗ്രൂപ്പുകളെയും ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. ചുരുക്കത്തിൽ അസ്ഗാർഡ് എന്നത് ഒരു പേര് മാത്രമല്ല, പല ബന്ധുവംശങ്ങൾ ചേർന്ന ഒരു വലിയ ആർക്കിയൽ കൂട്ടമാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത്? കാരണം നമ്മുടെ പരിണാമ ചരിത്രത്തിലെ ആർക്കിയൽ സൈഡ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച വിൻഡോ ഇവരാണ്. യൂക്കാരിയോട്ടുകളോട് ജനിതകപരമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇവരാണെന്നാണ് ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ യഥാർത്ഥ തുടക്കം 2015 അത് ശാസ്ത്രലോകത്തെ വലിയൊരു മുന്നേറ്റം കൂടിയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ലോക്കീസ് കാസിൽ എന്നറിയപ്പെടുന്ന വിചിത്രമായൊരു ഹൈഡ്രോതെർമൽ വെൻ ഫീൽഡ് ഉണ്ട്. അവിടെയുള്ള ഡീപ് സീ സെഡിമെൻറ്റ്സ് ശാസ്ത്രജ്ഞർ വളരെ വിശദമായി പരിശോധിച്ചു. അവിടെ നിന്ന് ശേഖരിച്ച എൻവയോൺമെൻറ്റൽ DNA-യിൽ നിന്ന് മെറ്റാജനോമിക് അസംബ്ലി വഴി അവർ ഒരു പുതിയ ആർക്കിയൽ ജീനോം പുനർനിർമ്മിച്ചെടുത്തു. ലബോറട്ടറിയിൽ വളർത്താതെ തന്നെ ഒരു എൻവയോൺമെൻറ്റൽ സാമ്പിളിൽ നിന്ന് കിട്ടുന്ന മിക്സഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് കമ്പ്യൂട്ടർ സഹായത്തോടെ ഒരു പസിൽ പോലെ കോർത്തിണക്കി പൂർണ്ണമായൊരു ജീനോം നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് മെറ്റാജനോമിക് അസംബ്ലി. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആദ്യത്തെ ആർക്കിയൽ വംശത്തെ അവർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഈ കണ്ടുപിടുത്തം ഉടൻ എല്ലാവരും അംഗീകരിച്ചില്ല. കാരണം ഈ ജീവിയെ ആരും അന്ന് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ലാബിൽ വളർത്തിയെടുത്തും തെളിയിച്ചിട്ടില്ലായിരുന്നു. കടലിൻ്റെ അടിയിലെ ചെളിയിൽ നിന്ന് കിട്ടിയ DNA ഫ്രാഗ്മെൻറ്റ്സ് മെറ്റാജനോമിക്സ് വഴി കൂട്ടിച്ചേർത്താണ് അതിൻ്റെ ജീനോം പുനർനിർമ്മിച്ചത്. ഇങ്ങനെ പല ജീവികളുടെ DNA കലർന്ന ഒരു മിക്സറിൽ നിന്ന് ഒരു ജീനോം വേർതിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പിഴവുകൾ സംഭവിക്കാം. വ്യത്യസ്ത സാമ്പിളുകൾ തമ്മിൽ കൂടിക്കലർന്ന കണ്ടാമിനേഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കോഡുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന റോങ് ബിന്നിങ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് പല ശാസ്ത്രജ്ഞരും ഇതിനെ ജാഗ്രതയോടെയാണ് സമീപിച്ചത്. ആ സംശയം ശാസ്ത്രവിരുദ്ധമായിരുന്നില്ല. നേരിട്ട് കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വലിയ അവകാശവാദം വരുമ്പോൾ വേണ്ട സ്വാഭാവിക ജാഗ്രതയായിരുന്നു. ചുരുക്കത്തിൽ അസ്ഗാർഡ് അന്നൊരു ശക്തമായ സിഗ്നൽ ആയിരുന്നു, പക്ഷെ നേരിട്ട് കണ്ട ജീവി ആയിരുന്നില്ല. എന്നാൽ 2017 ഈ കഥയിൽ നിർണായകമായൊരു മാറ്റം സംഭവിച്ചു. അതുവരെ ലോക്കി മാത്രമായിരുന്നു ഈ അന്വേഷണത്തിലെ താരമെങ്കിൽ ഗവേഷകർ അതൊരു വലിയ കുടുംബമാണെന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞു.
തോർ, ഓഡിൻ, ഹെയ്ംഡൽ എന്നിങ്ങനെ പല പേരുകളിലുള്ള അക്കാലത്ത് ലാബോറട്ടറിയിൽ വളർത്താൻ കഴിയാതിരുന്ന അൺകൾച്ചേർഡ് ആർക്കിയകളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ശാസ്ത്രജ്ഞർ ഇതിനെ അസ്കാർഡ് സൂപ്പർഫൈലം എന്ന് വിളിച്ചു. ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു. കാരണം ലോക്യാർക്കിയോട്ട വെറും ആർട്ടിഫാക്റ്റ് ആകാമെന്ന സംശയം അതോടെ വളരെ ദുർബലമായി. ഒരേ സ്വഭാവമുള്ള, ഒരേ ജനിതക സാമ്യമുള്ള ഒരുപാട് വംശങ്ങളെ ഒന്നിച്ച് കണ്ടെത്തുമ്പോൾ അത് വെറും ഒരു അബദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ഇതോടെ ഒരു കാര്യം ഉറപ്പായി, യൂക്കാരിയോട്ടുകളുടെ ഉത്ഭവത്തിന് കാരണമായ ആ ഹോസ്റ്റ് എന്നത് വെറും ഒരു സാങ്കല്പിക ആശയമല്ല. എന്നും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുള്ള വ്യക്തമായൊരു ആർക്കിയൽ കുടുംബത്തിൽപ്പെട്ടവരാണവർ. ഇവിടെയാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച മറ്റൊരു കൗതുകകരമായ കണ്ടുപിടുത്തം നടന്നത്. പണ്ട് യൂക്കാരിയോട്ടുകൾക്ക് മാത്രം സ്വന്തമാണെന്ന് നമ്മൾ കരുതിയിരുന്ന പല പ്രോട്ടീനുകളും, അതായത് യൂക്കാരിയോട്ടിക് സിഗ്നേച്ചർ പ്രോട്ടീൻസ്, ഈ അസ്കാർഡ് ആർക്കിയകളുടെ ജീനോമിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ലളിതമായി പറഞ്ഞാൽ ഒരു ടൂൾ കിറ്റ് പോലെയാണിത്. നമ്മുടെ കോശങ്ങളിൽ മെംബ്രെയിൻ റീമോഡലിംഗ്, ഇൻട്രാസെല്ലുലാർ ഓർഗനൈസേഷൻ, സൈറ്റോസ്കെൽറ്റൽ കൺട്രോൾ എന്നിവയ്ക്ക് സഹായിക്കുന്ന സങ്കീർണ സംവിധാനങ്ങളുണ്ട്. ഇതിനു വേണ്ടിയുള്ള സ്പെയർ പാർട്സുകൾ അസ്കാർഡ് ആർക്കിയകളുടെ കയ്യിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന് 2017 പഠനത്തിൽ തോർ ആർക്കിയോട്ടയുടെ ജീനോമിൽ മെംബ്രെയിൻ ട്രാഫിക്കിങ്ങിന് ആവശ്യമായ ജീനുകൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ടൂൾ കിറ്റ് ഉണ്ട് എന്ന് കരുതി അസ്കാർഡ് ആർക്കിയകൾ ഒരുതരം പ്രിമിറ്റീവ് യൂക്കാരിയോട്സ് ആണെന്നോ അവർക്ക് ന്യൂക്ലിയസോ മറ്റ് സങ്കീർണ അവയവങ്ങളോ ഉണ്ടെന്നോ അർത്ഥമില്ല. ഇതിനെ ഇങ്ങനെ കാണാം. ഒരു വീട് പണിയാനുള്ള ഇഷ്ടികയും സിമെൻറ്റും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവർ വീട് പണിതിട്ടില്ല. അതായത് യൂക്കാരിയോട്സിൽ പിന്നീട് നിർണായകമായ പല മോളിക്കുലാർ ബിൽഡിംഗ് ബ്ലോക്സിനും നമ്മൾ കരുതിയതിലധികം പഴക്കമുണ്ട്. ചുരുക്കത്തിൽ പഴയ ആർക്കിയൽ കമ്പോണൻസ് നവീകരിച്ചും റീപർപ്പസ് ആൻഡ് റീമിക്സ് ചെയ്തുമാണ് പിൽക്കാലത്ത് സങ്കീർണമായ യൂക്കാരിയോട്ടിക് കോശങ്ങളുണ്ടായത്. നമ്മുടെ കോശങ്ങളിലെ സങ്കീർണമായ പല മെഷീനുകളുടെയും ഉത്ഭവം ആർക്കിയയുടെ ചരിത്രത്തിലേക്ക് നീളുന്നു എന്നതാണ് ഈ കണ്ടുപിടുത്തം നൽകിയ ഏറ്റവും വലിയ അറിവ്. ഇനിയാണ് ഈ ഇൻവെസ്റ്റിഗേഷനിലെ മറ്റൊരു ടെസ്റ്റ് കടന്നു വരുന്നത്. അതുവരെ ശാസ്ത്രജ്ഞരുടെ കയ്യിലുണ്ടായിരുന്നത് കമ്പ്യൂട്ടറിൽ പുനർനിർമ്മിച്ച ജീനോമുകൾ മാത്രമായിരുന്നു. എന്നാൽ 2020കളിൽ കാര്യങ്ങൾ മാറി. ഇതോടെ അസ്കാർഡ് ആർക്കിയ വെറും മെറ്റാജനോമിക് സിഗ്നൽ മാത്രമല്ല, വ്യക്തമായ ജീവിതശൈലിയുള്ള യഥാർത്ഥ ജീവികളാണെന്ന് തെളിഞ്ഞു. ജപ്പാനിലെ ശാസ്ത്രജ്ഞർ 12 വർഷത്തോളം കഠിനമായി പരിശ്രമിച്ച് വളർത്തിയെടുത്ത ആ ജീവിയാണ് MKD1. ആദ്യം കാൻഡിഡാറ്റസ് പ്രൊമിത്തിയാർക്കിയം സിൻഡ്രോഫിക്കം എന്ന പേരിൽ അറിയപ്പെട്ട ഇത് പിന്നീട് പ്രൊമിത്തിയാർക്കിയം സിൻഡ്രോഫിക്കം എന്ന രീതിയിൽ ഫോർമലായി വിവരിക്കപ്പെട്ടു. ഓക്സിജൻ ഒട്ടുമില്ലാത്ത അനൈറോബിക് സാഹചര്യത്തിൽ വളരെ സാവധാനം മാത്രം വളരുന്ന ഒരു വിചിത്ര ജീവിയായിരുന്നു ഇത്. ഏറ്റവും രസകരമായ കാര്യം, ഇതിന് നമ്മുടെ സങ്കീർണമായ കോശങ്ങളിലുള്ളതുപോലെ ഓർഗനലൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം ഇതിൻ്റെ ശരീരത്തിന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിചിത്രമായ ലോങ് പ്രൊട്രൂഷൻസ് അഥവാ നീളൻ കൈകളും കുമിളകൾ പോലുള്ള വെസിക്കിൾസും ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറിലെ ഡാറ്റ വെറും പിഴവുകളല്ല, സ്വന്തമായി വ്യക്തമായ ജീവിതശൈലിയുള്ള യഥാർത്ഥ ജീവികളാണ് ഇവയെന്ന് ഇത് ലോകത്തിന് കാണിച്ചു തന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഹോസ്റ്റ് പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിഷ്വൽ മോഡൽ കൂടിയായിരുന്നു അത്. ഈ നീളൻ പ്രൊട്രൂഷൻസ് ഉപയോഗിച്ച് മറ്റ് മൈക്രോബ്സുകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും എൻഡാങ്കിൾ ചെയ്യാനും ഇവയ്ക്ക് കഴിയുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിച്ചു. ഇത് സാധാരണ കൂട്ടുകൂടൽ മാത്രമല്ല, പരസ്പരം ആശ്രയിച്ചുള്ള സിൻട്രോഫി ആയിരുന്നു. എൻഡോസിംബിയോസിസ് എന്ന അത്ഭുതം ഭൗതികമായി എങ്ങനെ തുടങ്ങിക്കാണാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ലിവിങ് മോഡലായിരുന്നു അത്. പക്ഷേ അത് നേരിട്ടുള്ള തെളിവല്ല, ഒരു പുരാതന സംഭവത്തിൻ്റെ സാധ്യതാപരമായ ഒരു രൂപം കാണിക്കുന്ന സൂചന മാത്രമായിരുന്നു. ലാബിൽ കണ്ട MKD1ൻ്റെ ഈ വിചിത്രമായ ജീവിത രീതിയാണ് ശാസ്ത്രലോകത്തുണ്ടായിരുന്ന വലിയൊരു ആശയക്കുഴപ്പത്തിന് കൃത്യമായ മറുപടി നൽകുന്നത്. ഇവിടെ ഒരു പ്രധാന തിയററ്റിക്കൽ കൺഫ്യൂഷനുണ്ട്. പല അസ്കാർഡ് ആർക്കിയയും ഓക്സിജൻ കുറഞ്ഞതോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതോ ആയ സാഹചര്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തപ്പെട്ടത്. അതേസമയം നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ ഓക്സിജൻ ഉപയോഗിച്ച് എനർജി ഉണ്ടാകുന്നു. അപ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങൾ എങ്ങനെ ഒരേ കഥയിൽ ഒന്നിക്കുന്നു? 2026 വന്ന ജീനോം സ്കെയിൽ പഠനങ്ങൾ ഈ ചിത്രം കൂടുതൽ സൂക്ഷ്മമാക്കുന്നു. ചില അസ്കാർഡ് ലീനിയേജ്, പ്രത്യേകിച്ച് ഹെയ്ംഡാൽ ആർക്കിയയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഓക്സിജൻ ടോളറേറ്റ് ചെയ്യാനും ചില സാഹചര്യങ്ങളിൽ ഓക്സിജൻ ഉപയോഗിച്ചുള്ള എനർജി മെറ്റാബോളിസം നടത്താനും കഴിവുള്ള മോളിക്കുലാർ ടൂൾസ് കൈവശം വച്ചിരിക്കാമെന്ന് അവ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് യൂക്കാരിയോജെനിസിസിനെ വെറും അനൈറോബിക് ഹോസ്റ്റ് പ്ലസ് ഓക്സിജൻ യൂസിംഗ് ബാക്ടീരിയം എന്ന സിമ്പിൾ കോൺഫ്ലിക്റ്റായി മാത്രം കാണാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി മാറേണ്ടത്. മൈറ്റോകോൺട്രിയ എന്നത് അതിൻ്റെ തുടക്കം മുതലേ ഒരു ഓക്സിജൻ മെഷീനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ സംശയം വരുന്നത്. സത്യത്തിൽ ഈ കൂട്ടുകെട്ട് തുടങ്ങിയത് ഓക്സിജന് വേണ്ടി ആയിരുന്നിരിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിൻട്രോഫി അഥവാ പരസ്പര സഹകരണം കേവലം ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമായിരുന്നു.
അതായത് ഹൈഡ്രജൻ ആവശ്യമുള്ള ഒരു ആർക്കിയയും ഉപോൽപ്പന്നമായ ഹൈഡ്രജൻ പുറത്തുവിടുന്ന ഒരു ബാക്ടീരിയയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. ഇതിനെ വിശദീകരിക്കാൻ 1998 മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഹൈഡ്രജൻ ഹൈപ്പോത്തിസിസ്. ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കേവലം ഭക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി തുടങ്ങിയ ഈ സൗഹൃദം പിന്നീട് കാലക്രമേണ കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഇതിന് തെളിവായി ആധുനിക ജീവശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ഓക്സിജൻ ഒട്ടും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പല യൂക്കാരിയോട്ടുകൾക്കും മൈറ്റോകോൺട്രിയയുടെ മറ്റ് വകഭേദങ്ങളുണ്ടെന്നാണ്. ഉദാഹരണത്തിന് ഹൈഡ്രോജനോസോംസ് പോലുള്ള സംവിധാനങ്ങൾ. അതായത് മൈറ്റോകോൺട്രിയ എന്നത് എപ്പോഴും ഓക്സിജന് വേണ്ടി മാത്രം രൂപപ്പെട്ടതല്ല എന്നതിൽ നിന്നും മനസ്സിലാക്കണം. ലളിതമായി പറഞ്ഞാൽ ഈ മോഡൽ പ്രകാരം കഥയെ 2 ഘട്ടങ്ങളായി ചിന്തിക്കാം. ഒന്ന്, ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി തുടങ്ങിയ ഒരു അനൈറോബിക് പാർട്ട്ണർഷിപ്പ്. 2, ആ ബന്ധം പിന്നീട് വളർന്ന് മൈറ്റോകോൺട്രിയ വഴി ഓക്സിജൻ ഉപയോഗിക്കാൻ പഠിച്ച വലിയൊരു എയറോബിക് എക്സ്പാൻഷൻ. ഇവിടെ പരസ്പര വിരുദ്ധമായ ഒന്നുമില്ല. പക്ഷേ ഈ ട്രാൻസിഷൻ പല മെറ്റാബോളിക് ഘട്ടങ്ങളിലൂടെ നടന്നിരിക്കാം എന്നതാണ് ഇന്ന് കൂടുതൽ സൂക്ഷ്മമായ ചിത്രം. ഇനി ഈ പരിണാമ ചരിത്രത്തെ കൂടുതൽ ദൃഢമാക്കുന്ന 2025 പുറത്തു വന്നൊരു പ്രധാന പഠനം നോക്കാം. സെൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണിത്. നമ്മുടെയൊക്കെ കോശങ്ങളുടെ ഉള്ളിൽ മൈറ്റോട്യൂബുൾസ് എന്നൊരു സങ്കീർണ സംവിധാനമുണ്ട്. ആൽഫ ബീറ്റ ട്യൂബുലിൻ എന്ന പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ കുഴലുകൾ പോലുള്ള ഘടനകളാണിവ. നമ്മുടെ കോശത്തിന് കൃത്യമായ ആകൃതി കൊടുക്കുന്നതും കോശത്തിനുള്ളിലെ അവശ്യ സാധനങ്ങൾ ഒരു ഹൈവേയിലൂടെ എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതും ഇവരാണ്. ഇത് യൂക്കാരിയോട്ടുകളുടെ മാത്രം ഒരു ഹാൾമാർക്ക് ഫീച്ചറായിട്ടാണ് കാലങ്ങളായി ശാസ്ത്രം കരുതിയിരുന്നത്. എന്നാൽ ഈ പുതിയ പഠനം വെളിപ്പെടുത്തുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ്. അസ്കാർഡ് ആർക്കിയയിലും ഇതിന് സമാനമായ അസ്കാർഡ് ട്യൂബുലിൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് വെറും ഒരു ചെറിയ കാര്യമല്ല. വെറും ചില ജീനുകൾ കയ്യിലുണ്ട് എന്നതിനപ്പുറം യൂക്കാരിയോട്ടുകളുടെ സൈറ്റോസ്കെൽറ്റനെ ഓർമ്മിപ്പിക്കുന്ന ചില സ്ട്രക്ചറൽ കേപ്പബിലിറ്റീസ് ചില അസ്കാർഡ് ലീനിയേജസിൽ ഉണ്ടായിരുന്നിരിക്കാമെന്ന സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെയും ഒരു ജാഗ്രത ആവശ്യമുണ്ട്. ഇതിനർത്ഥം അസ്കാർഡ് ആർക്കിയകൾ പൂർണ്ണമായ യൂക്കാരിയോട്ടുകളാണെന്നല്ല. നമ്മുടെ കോശങ്ങളിലെ സങ്കീർണമായ പല സിസ്റ്റങ്ങളും പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല എന്നും അത് എത്രത്തോളം സാവധാനം പടിപടിയായി രൂപപ്പെട്ടു വന്നതാണെന്നും ഈ കണ്ടെത്തൽ അടിവരയിടുന്നു. അപ്പോൾ അസ്കാർഡ് കുടുംബത്തിലെ ആരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു? ഇതിപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ്. 2023 നേച്ചർ പഠനം യൂക്കാരിയോട്സിനെ അസ്കാർഡ് ആർക്കിയയുടെ ഉള്ളിൽ വെൽ നെസ്റ്റഡ് ക്ലെയ്ഡ് ആയി കാണിക്കുകയും ഹേംഡാൽ ആർക്കിയയിലെ ഹോഡാർക്കിയൽസ് എന്ന ഗ്രൂപ്പിനോട് ചേർന്ന സിസ്റ്റർ ലീനേജായി നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ 2025 മറ്റൊരു നേച്ചർ പഠനം കൂടുതൽ വിപുലമായ ഡാറ്റ ഉപയോഗിച്ചപ്പോൾ യൂക്കാരിയോട്സിൻ്റെ ഒറിജിൻ ഹേംഡാൽ ആർക്കിയയുടെ പുറത്തായിരിക്കാം, എന്നാൽ ഇപ്പോഴും അസ്കാർഡ് ആർക്കിയോട്ടയുടെ ഉള്ളിലായിരിക്കാം എന്ന മറ്റൊരു സാധ്യത മുന്നോട്ട് വച്ചു. അതായത് യൂക്കാരിയോട്സ് അസ്കാർഡ് ആർക്കിയയുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ അസ്കാർഡ് കുടുംബത്തിൻ്റെ ഉള്ളിൽ കൃത്യമായ ഏത് ശാഖയോട് ചേർന്നാണ് നമ്മുടെ ഹോസ്റ്റ് ലീനേജ് വരുന്നതെന്ന ചോദ്യം ഇപ്പോഴും റിഫൈൻ ചെയ്യപ്പെടുകയാണ്. കാരണം വളരെ പഴയ മൈക്രോബിയൽ ലീനേജസിൽ ജീൻ ട്രാൻസ്ഫർ, കൈമീരിക് ജീനോംസ്, മോഡൽ ചോയ്സ് എന്നിവ ഫൈലോജനറ്റിക് പ്ലേസ്മെൻറ്റിനെ മാറ്റിക്കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണെങ്കിലും ശാസ്ത്രം ഇനിയും ഉത്തരം കണ്ടെത്താത്ത വലിയ വലിയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇത് പൂർണ്ണമായി അവസാനിച്ച ഒരു കേസല്ല. ആദ്യത്തേത് ദ ഫിസിക്കൽ മെക്കാനിസം. ആ ബാക്ടീരിയൽ പാർട്ട്ണർ ഹോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ എത്തി? ഫാഗോസൈറ്റോസിസ് പോലൊരു വിഴുങ്ങൽ വഴിയാണോ, അല്ലെങ്കിൽ പ്രൊട്രൂഷൻസ് ഉപയോഗിച്ചുള്ള ഗ്രാജ്വൽ എൻറ്റാങ്കിൾമെൻറ്റ് വഴിയാണോ? ഇതിലേതാണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല. രണ്ടാമത്തേത് ഐഡൻറ്റിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ആ പുരാതന ഹോസ്റ്റ് കൃത്യമായി എങ്ങനെയായിരുന്നു? അത് ഏത് മെറ്റാബോളിസം ഉപയോഗിച്ചാണ് ജീവിച്ചിരുന്നത്? ഇതിനും വ്യത്യസ്ത മോഡൽസ് ഇപ്പോഴും നിലവിലുണ്ട്. മൂന്നാമത്തേത് ഡൈവേഴ്സിറ്റി. എല്ലാ അസ്കാർഡ് ആർക്കിയയും ഒരുപോലെയല്ല. ഈ കുടുംബത്തിലെ ചില പ്രത്യേക ലീനേജസ് മാത്രമാണ് യൂക്കാരിയോട്ടിക് ഒറിജിൻ മനസ്സിലാക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഈ വിഷയം ക്ലോസ്ഡ് കേസല്ല. പുതിയ ജീനോംസ്, പുതിയ കൾട്ടിവേറ്റഡ് സ്ട്രെയിൻസ്, പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഇവ വരുമ്പോൾ അസ്കാർഡ് കുടുംബത്തിനുള്ളിലെ നമ്മുടെ സ്ഥാനം കൂടുതൽ കൃത്യമായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അസ്കാർഡ് കഥ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് ഫീൽഡാണ്. ചുരുക്കത്തിൽ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ഹോസ്റ്റ് പ്രോബ്ലമിന് ഇന്ന് ഏറ്റവും ശക്തമായ സൂചനകൾ നൽകുന്നത് അസ്കാർഡ് ആർക്കിയയാണ്. മനുഷ്യർ മോഡിഫൈഡ് ആർക്കിയയാണോ എന്ന ചോദ്യം പ്രൊവോക്കേറ്റീവ് ആയിരിക്കാം. പക്ഷേ അതിൻ്റെ കൃത്യമായ അർത്ഥം ഇതാണ്: നമ്മുടെ യൂക്കാരിയോട്ടിക് ഹോസ്റ്റ് ലീനിയേജ് അസ്കാർഡ് പോലുള്ള ആർക്കിയൽ ലീനിയേജിനോട് ആഴത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇവയെ കണ്ടെത്തിയതോടുകൂടിയാണ് 2 ഡൊമൈൻ വ്യൂ എന്ന ആശയത്തിന് കൂടുതൽ ശക്തി ലഭിച്ചത്. നമ്മൾ ആർക്കിയയ്ക്ക് സമാന്തരമായി വളർന്ന മൂന്നാമത്തെ ബ്രാഞ്ച് അല്ല. ആർക്കിയൽ ഹിസ്റ്ററിയുടെ ഉള്ളിൽ നിന്ന് ബാക്ടീരിയൽ എൻഡോസിംബിയോസിസ് വഴി പൂർണ്ണമായി മാറ്റപ്പെട്ട ഒരു പുതിയ സെല്ലുലാർ ഫോമാണ് യൂക്കാരിയോട്സ്. അതേസമയം 3 ഡൊമൈൻ സിസ്റ്റം ഒരു തെറ്റായ ടെക്സ്റ്റ് ബുക്ക് ചിത്രമായി കാണരുത്.
പഠനത്തിനും ക്ലാസിഫിക്കേഷനും അതിപ്പോഴും ഉപകാരപ്രദമാണ്. പക്ഷേ ജീവൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി ചോദിച്ചാൽ ഇന്നത്തെ ശക്തമായ എവിഡൻസ് നമ്മെ 2 ഡൊമെയിൻ വ്യൂവിലേക്കാണ് നയിക്കുന്നത്. ഒന്ന് പഠന സൗകര്യം, മറ്റേത് ആൻസസ്ട്രിയുടെ ചരിത്രം. അതുകൊണ്ട് അടുത്ത തവണ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഓർക്കുക, നമ്മൾ കാണുന്നത് വെറും ഒരു മനുഷ്യനെയല്ല. നമ്മുടെ ഓരോ കോശത്തിൻ്റെയും പിന്നിൽ ഒരു പുരാതന ആർക്കിയൽ ഹോസ്റ്റ് ലീനിയേജിൻ്റെയും അതുമായി ചേർന്ന് പോയൊരു ബാക്ടീരിയൽ പാർട്ട്നേഴ്സിൻ്റെയും കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. കൂടുതൽ സയൻസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് ഇൻഫോ ടൈം, സൈനിങ് ഓഫ്.